ഹായ്, നമുക്കൊന്ന് നല്ലൊരു ഉള്ളിവട ഉണ്ടാക്കാം. അതെങ്ങനെയെന്ന് നോക്കാം. ഉള്ളിവടയ്ക്ക് ആവശ്യമായിട്ടുള്ള 2 സവാള ഞാൻ ഇതുപോലെ കട്ടി കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. നമുക്കിനി ഇതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒന്ന് നല്ലവണ്ണം സ്പൂൺ കൊണ്ട് നമുക്കൊന്ന് പതുക്കെ ഇങ്ങനെ ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇത് 10 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ. ഇതിലെ വെള്ളമൊക്കെ ഒന്ന് ഊറി വരട്ടെ. നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. 10 മിനിറ്റായിട്ടുണ്ട്. നമുക്ക് പിഴിഞ്ഞ് വേറൊരു പാത്രത്തിൽ വയ്ക്കാം. നമുക്കത് പതുക്കെ ഇങ്ങനെ പിഴിഞ്ഞെടുക്കാം. ഇതിൻ്റെ വെള്ളമെല്ലാം ഇതിലിറങ്ങിയിട്ടുണ്ട്. ഇത്രയും ഇതിൻ്റെ നീര് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് ആവശ്യമില്ല. നമുക്ക് ഒരു പാത്രത്തിലോട്ട് മാറ്റി രണ്ട് സ്പൂണ് കടലമാവ്, മാവ് ഒരുപാട് അങ്ങിടണ്ട, കുറച്ച് മതി. ഇത് 2 സ്പൂണ് മൈദയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഞാനൊരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതുപോലെ പൊടിപ്പൊടിയായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുകയാണ്. ഇനി കുറച്ച് കറിവേപ്പില, ഒരു പച്ചമുളക് കട്ട് ചെയ്തത്, അല്പം പെരിഞ്ചീരകം, കായപ്പൊടി. നമുക്ക് കൈ വെച്ച് തന്നെ ഒന്ന് കുഴച്ചെടുക്കാം. അല്പം പോലും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി ഒരു സ്പൂണും മുളക് പൊടിയും കൂടി ഇട്ട് നമുക്കൊന്ന് തിരുമ്മിയെടുക്കാം. അല്പം പോലും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഒരു 3 മിനിറ്റെങ്കിലും ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കണം. ഒരുപാട് മൈദയും കടലമാവും ഒരുപാട് അങ്ങ് ചേർക്കണ്ട. ഈ ഒരു പരുവത്തിന് കുഴച്ചെടുക്കാം. ഇനി നമുക്ക് ബോളുകളായി ഉരുട്ടിയെടുക്കാം. നമുക്കിനി ചട്ടി അടുപ്പിൽ വെച്ച് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ തിരിച്ചിട്ട് കൊടുക്കണം. ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് തിരിച്ചിട്ട് കൊടുക്കണം. നിറമൊക്കെ മാറി വന്നിട്ടുണ്ട്. അല്പം കൂടെ മൊരിഞ്ഞതിന് ശേഷം നമുക്ക് കോരി മാറ്റാം. ഉള്ളിവട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി കോരി മാറ്റാം. വട
ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചായയുടെ കൂടെ ഉള്ളിവടയും കഴിക്കാം. എല്ലാം ഇതുപോലെ ഒന്ന് നമ്മൾ ബോളാക്കിയിട്ട് ഒന്ന് അമർത്തി കൊടുക്കണം. പതുക്കെ ഒന്ന് അമർത്തിയാൽ മതി. ഇനി നമുക്ക് ചട്ടി അടുപ്പിൽ വെച്ച് നമുക്കിനി ചട്ടി അടുപ്പിൽ വെച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം.